റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രശ്നത്തെ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത വിട്ടുകളെ. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് റീഡിങ്ങുമായി കണക്ട് ചെയ്യൂ. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് നിങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധയുമായ സ്നേഹത്തെക്കുറിച്ചാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അതായത് ചിലപ്പോൾ സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ ഏത് പ്രശ്നങ്ങളും ആവാം, അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ഒരു തിരിച്ചടിയിലൂടെ, അതായത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു അവരുടെ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതെല്ലാം അവസാനിപ്പിക്കാനുള്ള കരുത്തേകിയത് നിങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധയുമായിട്ടുള്ള സ്നേഹവുമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം ഉണ്ടായത് ഈ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്നും നിങ്ങളുടെ ക്ഷമയോട് കൂടിയുള്ള നിങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ പരിചരണവും സമാധാനവും എല്ലാം നൽകിയത് നിങ്ങളാണ് എന്നുള്ളതാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ അതിൽ ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനോട് കൂടിയിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിലും, അതായത് അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുള്ള സമയത്തെല്ലാം തന്നെ നിങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ കാര്യമെല്ലാം തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരുന്നു. അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമഘട്ടങ്ങളിലും തരണം ചെയ്യാൻ കഴിഞ്ഞത്, അതായത് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ പരിചരണം കൊണ്ടും നിങ്ങളുടെ ക്ഷമയോട് കൂടിയുള്ള അവരോട് കൊണ്ടുള്ള സമീപനം കൊണ്ടുമാണെന്നാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ. അതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടാണ് അവർ ഈ സമയം കാണുന്നത്. നിങ്ങളുടെ ക്ഷമയെ അവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും ഈ സമയത്ത് തന്നെയാണ്.